ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അറബിക് സ്വീറ്റ് ആയിട്ടുള്ള കത്തൈഫിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ റെസിപ്പിയിലേക്ക് എടുക്കുന്നതിന് മുൻപ് എല്ലാവർക്കും ഒരിക്കൽ കൂടി വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ഒരു ബാറ്റർ തയ്യാറാക്കി എടുക്കണം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 3 ടീസ്പൂണോളം മൈദ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇത് ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുകയാണ്. അതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു നുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് തിളപ്പിച്ചാറിയ ചെറു ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് ഏകദേശം ഒരു 1/4 കപ്പോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒരു വിസ്കോ അല്ലെങ്കിൽ ഒരു ഫോർക്കോ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ കട്ട കുത്തി കിടക്കാനൊന്നും പാടില്ല, നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഈ മാവ് 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം, എന്നാലേ നമ്മുടെ മാവ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആകുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഷുഗർ സിറപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് 1 കപ്പ് ഷുഗറിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അത് നന്നായിട്ട് തിളച്ച് ഷുഗറൊക്കെ നന്നായിട്ട് ഡിസോൾവ് ആയി കഴിയുമ്പോൾ അതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ ഇതുപോലത്തെ ഒരു കഷ്ണം ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് കൊടുക്കാം. ഇപ്പോൾ വീട്ടിൽ തേൻ അവൈലബിൾ ആണെങ്കിൽ 1 ടീസ്പൂൺ തേനും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ, നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഇതാ നമ്മുടെ ഷുഗർ സിറപ്പും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഒരു 1.5 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്നുകൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നമ്മൾ ദോശയൊക്കെ ചുട്ടെടുക്കുന്ന പോലെ ഒരു ദോശപ്പാൻ ചൂടാക്കിയിട്ട് കുഞ്ഞു കുഞ്ഞു ദോശകളായിട്ട് ചുട്ടെടുക്കണം. അതിനായിട്ട് ഒരു ദോശപ്പാൻ ചൂടാക്കാം കേട്ടോ. ദോശപ്പാൻ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇത്ര വലുപ്പം മാത്രമേ പാടുള്ളൂ കേട്ടോ, വലിയ ദോശയുടെ വലുപ്പത്തിലൊന്നും ആവരുത്. ഈ ഒരു വലുപ്പമാണ് കേട്ടോ അതിൻ്റെ പാകം. അപ്പോൾ ഇതാ നമ്മുടെ കുട്ടി ദോശ ഇവിടെ മുഴുവനായിട്ടും കുക്കായിട്ടുണ്ട് കേട്ടോ. ഒരു 2-3 മിനിറ്റോളം ഇതുപോലെ ഇങ്ങനെ മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്താൽ മതിയാവും കേട്ടോ. ഇതുപോലെ ഇങ്ങനെ റെഡിയായി കിട്ടും. എന്നിട്ട് അതൊരു ചെറു ചൂടോട് കൂടി തന്നെ ഇതുപോലെ മടക്കിയെടുക്കാം കേട്ടോ. ഇതുപോലെ 2 സൈഡിൽ നിന്ന് ഓരോ ഭാഗം എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. ശ്രദ്ധിക്കുക, ചെറു ചൂടോട് കൂടി തന്നെ വേണം ഇങ്ങനെ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കില്ല. അപ്പോൾ ആ ചെറു ചൂടോട് കൂടി തന്നെ ഇങ്ങനെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാ ഈ ഒരു ഷേപ്പിലാണ് വേണ്ടത്. ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കണം. അതിനായിട്ട് ഒരു പാത്രത്തിൽ 1/2 കപ്പ് വിപ്പിംഗ് ക്രീം എടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഞാനിതിലേക്ക് ഒരു മാംഗോയുടെ എസൻസിൻ്റെ ഡ്രോപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ് കേട്ടോ. ഇത് നന്നായിട്ട് ഒരു 6 മിനിറ്റോളം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. സോഫ്റ്റ് പീക്കായി കിട്ടുന്നവരെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ വിപ്പിംഗ് ക്രീമും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി വിപ്പിംഗ് ക്രീം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ കുട്ടി ദോശയുടെ ഉള്ളിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിനു മുന്നേ ഒരു കാര്യം പറയട്ടെ, നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. കൂടെയുള്ള ബെല്ലൈക്കൺ കൊണ്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ നമ്മളിതാ വിപ്പിംഗ് ക്രീമൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് പിസ്ത പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്താൽ നമ്മുടെ കത്തയഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പേര് പോലെ അത്രയ്ക്ക് പാടൊന്നുമല്ല, പക്ഷെ ടേസ്റ്റ് വൈസ് നല്ല ടേസ്റ്റാണ്. കത്തയഫ് എന്നുള്ള പേരൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കിയെടുക്കാനൊക്കെ ആയിട്ടെന്ന്. പക്ഷേ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അറബിക് സ്വീറ്റാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു അറബിക് സ്വീറ്റിൽ ഇത്രയും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ് വേറെ ഇല്ലയെന്ന്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഷുഗർ സിറപ്പും കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ ഉഗ്രൻ ടേസ്റ്റ് ആണ് ഇത് കഴിക്കാനായിട്ട്. വളരെ സോഫ്റ്റാണ്, സ്വീറ്റ് ആയിട്ടുള്ളൊരു ഡെസേർട്ടാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കരുതുന്നു. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ മറ്റൊരു പുതുപുത്തൻ റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്